രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പു, കരിഞ്ജീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം, വയനാട്, ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം, തിരൂർ, തെക്കുമുറി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ലോകം കൈകൂപ്പിയത് ഇവർക്ക് മുന്നിൽ. ലോകം കൈകൂപ്പി നിന്ന മാതൃത്വത്തിന്റെ സ്നേഹക്കടൽ ചുരത്തിയ ആ യുവതി ഇവിടെയുണ്ട്, വയനാട് വെള്ളമുണ്ടയിൽ. മുണ്ടക്കയിലെ ദുരന്തഭൂമിയിൽ അമ്മമാർ നഷ്ടപ്പെട്ട മുലകുടി വറ്റാത്ത കുഞ്ഞുങ്ങളെ മാറോടണക്കാൻ തയ്യാറായി ലോകത്തിന്റെ കയ്യടി നേടിയ ആ യുവതി ഷാനിബയാണ്. വയനാട് വെള്ളമുണ്ട എട്ടേനാൽ തോലൻ അസീസിന്റെ ഭാര്യ ഷാനിബ. ഉരുൾപൊട്ടലിൽ മാതാവ് നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ നിരവധിയുണ്ടെന്നറിഞ്ഞ് അവർക്ക് മുലയൂട്ടാൻ തയ്യാറാകുകയായിരുന്നു അവർ. ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഭാര്യയുടെ സന്നദ്ധത അസീസ് അറിയിച്ചത്. മാനന്തവാടി ചെറ്റപ്പാലം സ്വദേശിയും പൊതുപ്രവർത്തകനുമായ ഷബീർ അലി യുവതിയുടെ പേര് വെളിപ്പെടുത്താതെ സോഷ്യൽ മീഡിയയിലൂടെ ഈ വിവരം പങ്കുവച്ചു. വിവരമറിഞ്ഞ് മലയാളികളോടൊപ്പം വിദേശ പൗരന്മാർ പോലും യുവതിയുടെ മാതൃസ്നേഹത്തെ പ്രകീർത്തിച്ച് രംഗത്തെത്തി. മാധ്യമമാണ് വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. അതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അന്വേഷണവും എത്തി. കൂടാതെ സമൂഹ മാധ്യമങ്ങൾ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു. ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ, എന്റെ ഭാര്യ റെഡിയാണ് എന്ന ഒറ്റ വാചകമായിരുന്നു സാമൂഹിക മാധ്യമത്തിലൂടെ അസീസ് പങ്കുവച്ചത്. വയനാട്ടിലെ ദുരന്തഭൂമിയിലെ കരൾ പിളർത്തുന്ന കാഴ്ചക്കിടയിൽ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയും സഹായങ്ങൾ കൈമാറിയുമെല്ലാം പരസ്പരം കൈകോർക്കുമ്പോൾ സഹജീവി സ്നേഹത്തിന്റെ വ്യത്യസ്ത മാതൃക വലിയ സന്ദേശമാണ് നൽകിയത്. ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ജോലി ചെയ്യുന്ന അസീസ് ഉരുൾപൊട്ടലുണ്ടായ ദിവസം രാവിലെ മുതൽ ദുരന്ത ഭൂമിയിലായിരുന്നു. രാത്രി വീട്ടിലെത്തിയപ്പോൾ ഭാര്യയോട് ദുരന്തത്തിന്റെ ഭീകരത പങ്കുവച്ചു. ഓരോരുത്തരും അവരവർക്ക് കഴിയുന്ന രീതിയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുമ്പോൾ വ്യത്യസ്തമായി തനിക്കെന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന് ആലോചനയിലായിരുന്നു ഷാനിബ. അമ്മമാർ നഷ്ടപ്പെട്ട് ബാക്കിയായ എത്രയോ കുഞ്ഞുങ്ങൾ ആരുടെയൊക്കെയോ കൈകളിൽ ബാക്കിയുണ്ടായിട്ടുണ്ടാവില്ലേ എന്നാണ് 8 മാസം പ്രായമായ കുഞ്ഞിന്റെ മാതാവായ ഷാനിബ ഓർത്തത്. ആ ചിന്തയിൽ നിന്നാണ് കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടിയാൽ എന്ത് എന്ന വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ച് ഭർത്താവിനോട് സംസാരിച്ചത്. നിമിഷങ്ങൾക്കകം ഈ സന്നദ്ധത സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായി. ഒരു ജർമ്മൻ പൗരൻ വിഷയം ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അഭിനന്ദന പ്രവാഹത്തോടൊപ്പം ഇങ്ങനെയൊക്കെ തയ്യാറാകുമോ എന്ന അത്ഭുതമാണ് പലരും പങ്കുവച്ചത്. മുലപ്പാൽ ആവശ്യമുണ്ടെന്ന വിളിയെത്തിയതോടെ വ്യാഴാഴ്ച ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം ഷാനിബ മേപ്പാടിയിലെ ദുരിതാശ്വാസ കേന്ദ്രത്തിലെത്തി. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ, സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ, ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം. വനിതകൾക്ക് 20% ഫീസ് ഇളവോടെ പ്രവേശനം നേടാം. റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. IHD ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ, തിരൂർ, 9847300120. കൂടുതൽ വിവരങ്ങൾക്ക് www.hosteducation.in.